ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വാഞ്ചോ കേക്കാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുവാണ്. അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട പതഞ്ഞ് വരുന്നത് വരെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലും അതുപോലെ വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ പൊടിച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഒരു 2-3 തവണയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഇവിടെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ വാനില സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് സമയം മാറ്റം വരും. അങ്ങനെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടതിന് ശേഷം ഒരു 2-3 തവണ അരിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട പതഞ്ഞ് വരുന്നത് വരെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ബാറ്ററിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് ക്രീം നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം.
അങ്ങനെ 2 കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ആ കേക്ക് ബോർഡിന് മുകളിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയറായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കേക്കിന് മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ക്രീമിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്കിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും അതുപോലെ ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ ലെയർ വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് കേക്കിന് മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഹീറ്റ് പ്രൂഫ് ആയിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും അതുപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി വേണം. ഞാനൊരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ചിരിക്കുന്നതാണ്. ഇതും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കേക്കിന് മുകളിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ചെറു ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേക്ക് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണമെന്ന് പറയുന്നത്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കേക്കിന് മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം കേട്ടോ. കേക്കിന് മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് വരച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി കേക്കിന് മുകളിലായിട്ട് ചെറിയ വട്ടത്തിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുവാണ്. ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലും ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മന്ന ഹോം മെയ്ഡ് കേക്ക്സ് ലൈക്ക് ചെയ്യാനും ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.